തലസ്ഥാനമായ തൃശ്ശൂർ പേരിലാണ് ഇന്ന് ജനസഭ ചേരുന്നത്. വടക്കുന്നാഥൻ്റെ മണ്ണിൽ തെക്കേ ഗോപുര നടയിലാണ് ജനസഭ ചേരുന്നത്. കേരളം ഉറ്റുനോക്കുന്ന, ഏറ്റവും ആകാംക്ഷയോടെ ആവേശത്തോടെ ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ. ശക്തൻ്റെ തട്ടകത്ത് ആര് ശക്തി തെളിയിക്കും എന്നുള്ളതാണ് ചോദ്യം. ജനഹിതം അറിയാനാണ് അടുത്ത 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇവിടെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് CPI നേതാവും മുൻ മന്ത്രി കൂടിയായ VS സുനിൽകുമാറാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് മുൻ മന്ത്രി K മുരളീധരൻ, കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ്. NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സുരേഷ് ഗോപിയാണ്. വളരെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് തൃശ്ശൂർ സാക്ഷ്യം വഹിക്കുന്നത്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് 3 മുന്നണികളുടെയും പ്രതിനിധികൾ ഇവിടെ അതിഥികളായി എത്തിയിട്ടുണ്ട്. അവരെ പരിചയപ്പെടാം. ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ച് CPI നേതാവ് ശ്രീ സുധീഷ് ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം TK സുധീഷ്, അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. BJPയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് പ്രിൻറ്റു മഹാദേവാണ്. പ്രിൻറ്റുവിനെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. UDFനെ പ്രതിനിധീകരിച്ച് കോൺഗ്രസ് നേതാവ് ശ്രീ NA നൗഷാദ്, ശ്രീ നൗഷാദിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരെയും ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് തത്സമയ സംപ്രേഷണമാണ്, ആരോഗ്യകരമായ സംവാദമാണ്. അടുത്ത 1.5 മണിക്കൂർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാം സഹകരിക്കുമെന്ന പ്രത്യാശയോടെ തുടങ്ങട്ടെ. ശ്രീ TK സുധീഷ്, ഇന്ന് കോർപ്പറേഷൻ മേയർ ഇന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുകയാണ്. അതായത് MP ആകാൻ ഏറ്റവും യോഗ്യതയുള്ള ആളാണ് സുരേഷ് ഗോപി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേയറുടെ ആ പ്രസ്താവനയിൽ വലിയ കഴമ്പൊന്നുമില്ല. അദ്ദേഹം തന്നെ ആ പ്രസ്താവന തിരുത്തിക്കൊണ്ട് വീണ്ടും ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ശ്രീ സുരേഷ് ഗോപി ഇവിടെ തൃശ്ശൂർ കോർപ്പറേഷന് ഒരു ചെറിയ സഹായം ചെയ്തതിൻ്റെ പേരിൽ അതിൻ്റെ നന്ദി സൂചകമായി മാത്രം അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന മാത്രമാണ്. പക്ഷേ പത്രക്കാരും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളും അത് വളച്ചൊടിച്ച് സുരേഷ് ഗോപിക്ക് അനുകൂലമായി വർത്തമാനം പറഞ്ഞു എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുരളീധരൻ ഉടനെ തന്നെ പ്രസ്താവനയുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്തോ അന്തർധാര ഉണ്ടെന്ന്. എന്താണ് അന്തർധാര എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സുരേഷ് ഗോപിയുടെ പെങ്ങളെ BJPയിലേക്ക് വിട്ടിട്ട് അദ്ദേഹം അവരുമായി നടത്തുന്ന അന്തർധാരയെ സംബന്ധിച്ച് ഈ നാട്ടിലുള്ളവർക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേയറുടെ ഒരു നാക്കുപിഴ, ഒരു സ്ഥലജല വിഭ്രാന്തിയുടെ ഭാഗമായിട്ട് അദ്ദേഹം എന്തോ പറഞ്ഞത് ഇപ്പോൾ വലിയ മഹാകാര്യമായിട്ട് ഇപ്പോൾ പത്രങ്ങളും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളും കൊണ്ടാടുകയാണ്. ഇവിടെ സഖാവ് VS സുനിൽകുമാർ ബഹുദൂരം മുന്നിലാണ്. അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാണ്. അതുകൊണ്ട് എതിരാളികൾ സ്ഥലജല വിഭ്രാന്തി കൊണ്ട് പല കാര്യങ്ങളും ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളെ കൊണ്ടും ഇറക്കിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. സഖാവ് VS സുനിൽകുമാർ ഇവിടെ വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതുകൊണ്ട് ഇത്തരം ചില പ്രസ്താവനകളുടെ പേരിൽ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ മുരളീധരനും അവരുടെ പിന്നിൽ നിൽക്കുന്ന പിണിയാളുകളും എന്തെങ്കിലും പൂതി ഉണ്ടെങ്കിൽ ആ പൂതി മാറ്റിവെക്കുക മാത്രമേ നിർവാഹമുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. യെസ് പ്രിൻറ്റു, മോദിയുടെ ഗ്യാരണ്ടിയിൽ ഒരു ഗ്യാരണ്ടി സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ കേന്ദ്ര മന്ത്രിസ്ഥാനം ആണ്. ഇപ്പം ഞാൻ നേരത്തെ ഈ നമ്മുടെ മേയറുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ചോദിച്ചത്. മേയർ പിൻവലിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എങ്കിലും മേയർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുന്നു. അദ്ദേഹം കേപ്പബിളാണ്, കഴിവുള്ളവനാണ് എന്ന് അംഗീകരിക്കുമ്പോൾ ഒരു പടി മുന്നിൽ നിൽക്കുകയല്ലേ സുരേഷ് ഗോപി? തീർച്ചയായും ഇന്ന് മത്സരിക്കുന്ന തൃശ്ശൂർ പാർലമെൻറ്റിനകത്ത് മത്സരിക്കുന്ന മറ്റ് 2 സ്ഥാനാർത്ഥികളെക്കാൾ എല്ലാ അർത്ഥത്തിലും കേമനായിട്ടുള്ള സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ പബ്ലിക് പോലും പറയുന്നത് സുരേഷ് ഗോപി എന്നാണ്. അതിനർത്ഥം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ആദരണീയനായിട്ടുള്ള തൃശ്ശൂരിൻ്റെ മേയർ അദ്ദേഹം സ്ഥലജല വിഭ്രാന്തി കൊണ്ടൊന്നും പറഞ്ഞതല്ല. സുരേഷ് ഗോപി എന്ന വ്യക്തിത്വത്തിൽ അദ്ദേഹത്തിനുള്ള വിശ്വാസം കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അദ്ദേഹത്തിന് സ്ഥലജല വിഭ്രാന്തി എന്ന് മാനസിക രോഗി എന്നൊക്കെ വേണമെങ്കിൽ മുദ്രകുത്തിയാലും അദ്ദേഹം കൃത്യമായി പറഞ്ഞത് തൃശ്ശൂരിന് ആപ്റ്റായിട്ടുള്ള ആൾ ആരാന്ന് ചോദിച്ചു. മാധ്യമപ്രവർത്തകർ അടക്കം ചോദിക്കുന്നുണ്ട്, ആരെന്ന് ചോദിക്കും. അദ്ദേഹം ഒറ്റ ഉത്തരേ പറഞ്ഞുള്ളത് സുനിൽകുമാർ എന്നോ മുരളീധരനോ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ആരാണ്? സുരേഷ് ഗോപി എന്നാണ്.
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം 10 വർഷമായി ഈ രാജ്യത്ത് നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ള വികസനം, ആ വികസനം ഈ രാജ്യത്തെ തൃശ്ശൂർ പാർലമെന്റിനകത്തെ ഓരോ വീടിനകത്തും കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ടെന്നുള്ള ഉത്തമമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. രണ്ടാമത് സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിത്വം, ജനകീയനായ സ്ഥാനാർത്ഥി, ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സൽപ്പേര്, ജനങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹം നമുക്കറിയാം 2019 യാദൃശ്ചികമായിട്ടാണ് തൃശ്ശൂരിനകത്ത് സ്ഥാനാർത്ഥിയാകുന്നത്. 11 ദിവസം മാത്രമാണ് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ അന്ന് സാധിച്ചത്. 11 ദിവസം കൊണ്ട് 3 ലക്ഷത്തിനടക്കം വോട്ട് നേടി ഇടത് വലത് കോട്ടകളെ തകർത്തുകൊണ്ടാണ് അദ്ദേഹം 3 ലക്ഷം വോട്ട് നേടിയത്. അദ്ദേഹം പരാജയപ്പെട്ടെങ്കിൽ, പൊതുവെ പരാജയപ്പെട്ടവരൊക്കെ ഈ പരാജയപ്പെട്ട സ്ഥാനങ്ങൾ ഒളിച്ചോടുന്ന പതിവാണ് ഉണ്ടായത്. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ജയിച്ചാലും തോറ്റാലും തൃശ്ശൂരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, തൃശ്ശൂരിനെ ഞാൻ അദ്ദേഹം എടുക്കുമെന്ന് പറഞ്ഞ വാക്ക് അന്വർത്ഥമാക്കാൻ അദ്ദേഹം 5 വർഷമായി തൃശ്ശൂരിലുണ്ട്. ഇതിനു മുമ്പും ഇവിടെ നേരത്തെ അദ്ദേഹം പറഞ്ഞ മുരളീധരൻ, അദ്ദേഹം ഇവിടെ നമുക്കറിയാം പാർലമെന്റിനകത്ത് മത്സരിച്ചു വന്ന് അദ്ദേഹം അന്ന് പോയതാ, പിന്നീട് വടക്കാഞ്ചേരിയിൽ വന്നു, തോറ്റു, അന്ന് പോയതാ. പിന്നീട് മുരളീധരൻ എന്ന് പറയുന്ന തൃശ്ശൂരിൻ്റെ തട്ടകത്തിൽ നിൽക്കുന്ന, കരുണാകരൻ്റെ തട്ടകത്തിൽ നിൽക്കുന്ന അദ്ദേഹം പിന്നീട് തൃശ്ശൂരിൽ വരുന്നത് ഇപ്പോഴാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് രണ്ടാമത് 3 തവണ MLA-യും 1 തവണ മന്ത്രി ആയിക്കൊണ്ട് കേരളത്തിന്റെ കാർഷിക മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള സുനിൽ കുമാറാണ് സുരേഷ് ഗോപിയുടെ എതിരാളി എന്നതുകൂടി ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ സ്വാഭാവികമായി ഇലക്ഷൻ നടക്കുന്നത്. കാരണം ഞങ്ങൾക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഫാക്ടർ മാത്രമല്ല, തൃശ്ശൂരിനകത്ത് കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, കൃത്യമായിട്ടുള്ള വളർച്ചയുള്ള ഒരേ ഒരു പ്രസ്ഥാനത്തിന് പേര് BJP എന്നാണ്. യെസ്, ശ്രീ നൗഷാദ്, UDF-ന്റെ പ്രതീക്ഷ എന്താണ്? TN പ്രതാപൻ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയതാണ്, സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി പോസ്റ്ററൊക്കെ അടിച്ചതാണ്. പക്ഷേ അവസാന നിമിഷം സുരേഷ് ഗോപി മത്സരിക്കുന്നത് കൊണ്ടാണോ K മുരളീധരനെ പോലെ ഒരാളെ ഇങ്ങോട്ടേക്ക് ഇറക്കിയത്? എങ്ങനെയുണ്ട് പ്രചരണം? അദ്ദേഹം പൂർണ്ണ സംതൃപ്തനാണോ മുരളീധരൻ? അദ്ദേഹം അസ്വസ്ഥനാണോ എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. എന്താണ് തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ? നിലവിൽ ഇവിടുത്തെ MP കോൺഗ്രസിൻ്റെ MP ആണ്, ശ്രീ TN പ്രതാപനാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ തിരഞ്ഞെടുക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ മികച്ച വിജയം തൃശ്ശൂരിൽ ശ്രീ K മുരളീധരൻ നേടും എന്നുള്ളത് തന്നെയാണ് പൊതുജനത്തിന് ഇവിടെ മനസ്സിലായിട്ടുള്ള കാര്യം. K മുരളീധരൻ ഒരു അസ്വസ്ഥതയില്ല. അദ്ദേഹം ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത സ്ഥലത്ത് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രദേശത്ത് നമ്മൾ കാണുന്ന ഒരു നേതാവല്ല, കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ സുപരിചിതനാണ്. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് സംഭാവന ചെയ്ത പ്രിയപ്പെട്ട ലീഡറുടെ മകനാണ്. പരിചയപ്പെടുത്തലിൻ്റെ ഒന്നും ആവശ്യമില്ല. താൻ ഈ പാർട്ടിയുടെ നേതാവായിട്ടിരിക്കുമ്പോഴും അതുപോലെ ഇതിനു മുമ്പ് പല തവണ ജനപ്രതിനിധിയാവാൻ അവസരം കിട്ടിയപ്പോഴും ഒക്കെ തീർത്തും ജനങ്ങൾക്കൊപ്പം, സാധാരണക്കാർക്കൊപ്പം എല്ലാ സമയത്തും എല്ലാ പ്രശ്നങ്ങൾക്കും അവരോടൊപ്പം നിൽക്കുകയും അവരെ സഹായിക്കുകയും ഏറ്റവും നല്ല ജനാധിപത്യ മര്യാദകളും മൂല്യങ്ങളും സംരക്ഷിച്ച് ആളുകൾക്ക് അനുഭവത്തിലുള്ള ആളുകളാണ് തൃശ്ശൂർക്കാർ. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിനെയും ആവശ്യമില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്ന് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അജണ്ട. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാനും പോകുന്നത്. യെസ്, ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളം ഉറ്റുനോക്കുന്ന, ലോക മലയാളികൾ ഉറ്റുനോക്കുന്ന, ആവേശത്തോടെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു മത്സരത്തിനാണ് തൃശ്ശൂർ പേരൂർ സാക്ഷ്യം വഹിക്കുന്നത്. 3 മുന്നണികളുടെ നേതാക്കന്മാർ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി വോട്ടർമാരുടെ ഊഴമാണ്. യെസ്, ജനാധിപത്യത്തിൻ്റെ ആഘോഷമാണ് തെരഞ്ഞെടുപ്പ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവർക്ക് പ്രതികരിക്കാനുണ്ട്, അവർക്ക് ചോദിക്കാനുണ്ട്. ആദ്യ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദിക്കാൻ താങ്കൾക്ക് പെട്ടെന്ന്. ഹലോ, എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തിനോടാണ്. താങ്കളുടെ നേതാക്കന്മാർ ഒരു പരിധിവരെ എല്ലാവരും തന്നെ നരേന്ദ്രമോദിനെ താഴെ ഇറക്കണം എന്നാണ് എപ്പോഴും പറയാറുള്ളത്. നിങ്ങൾക്ക് കേരളത്തിലാകെ ഒരു സീറ്റുള്ളൂ. ഈ വരുന്ന 26-ാം തീയതി വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളാകെ മത്സരിക്കുന്നത് ഇന്ത്യയിലാകെ 16 സീറ്റാണ്. എങ്ങനെയാണ് നിങ്ങൾ നരേന്ദ്രമോദിനെ താഴെ ഇറക്കുന്നത്? യെസ്, വളരെ ഡയറക്റ്റായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം പാർലമെൻറ്റിൽ ലഭിച്ചത്. അതിനു മുമ്പ് BJPയുടെ സ്ഥിതി എന്തായിരുന്നു? 2014 തെരഞ്ഞെടുപ്പിൽ മറ്റ് ചെറുകക്ഷികളുടെ സഹായത്തോടു കൂടിയിട്ടാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് രൂപീകരിച്ചത്. അതിനു മുമ്പ് നിങ്ങൾ ആലോചിക്കേണ്ടത്, വാജ്പേയി ഗവൺമെൻറ് അധികാരത്തിലിരുന്ന സന്ദർഭത്തിൽ അന്ന് BJPക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു.
1984 ശ്രീമതി ഇന്ദിരാഗാന്ധി മരണപ്പെട്ടതിന് ശേഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ BJPയുടെ അംഗബലം എത്രയാണ് എന്ന് ആ സുഹൃത്തിന് അറിയാമോ? ആകെ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നു. അദ്വാനിയും അതുപോലെ തന്നെ വാജ്പേയിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ചെറുകക്ഷികളുടെ ബലത്തിന്മേലാണ് ഈ ദീർഘകാലം ഇന്ത്യ രാജ്യത്ത് അതിൻ്റെ മുൻകാല രൂപമായിട്ടുള്ള ജനസംഘമായാലും അതുപോലെ തന്നെ ഹിന്ദു മഹാസഭയായാലും ഒക്കെ തന്നെ ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ ചെറുകക്ഷികളുടെ ബലത്തിന്മേലാണ് ആ പാർട്ടി നിലനിന്നിട്ടുള്ളത് എന്നുള്ള ഓർമ്മ വേണം. ഇപ്പോൾ ഈ 2019 ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി എന്നുള്ളതുകൊണ്ട് ഒരിക്കലും ഞെളിയാൻ പാടില്ല. നിങ്ങൾ ചെറുകക്ഷികളുടെ പിൻബലത്തിലാണ് ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്ത് 2019 ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിച്ചതെന്നുള്ള ഓർമ്മ ഉണ്ടാവണം. പിന്നെ കക്ഷിബലത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നല്ല, ഇപ്പോൾ പാർലമെൻറ്റിലെ അംഗബലത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1962 നിങ്ങളുടെ താത്വികാചാര്യനായിട്ടുള്ള MS ഗോൾവാൾക്കർ അദ്ദേഹത്തിൻ്റെ വിചാരധാര എന്ന് പറയുന്ന പുസ്തകം പുറത്തിറങ്ങുന്നത്. ആ പുസ്തകത്തിൽ 3 ആഭ്യന്തര ശത്രുക്കളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു ശത്രു എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ 1962 ആ പുസ്തകം ഇറങ്ങുന്ന കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ നാമമാത്രമായിട്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ പേടിയുണ്ട്. പാർലമെൻറ്റിലെ അംഗബലം അനുസരിച്ചുകൊണ്ടല്ല, ആ ആശയമാണ് മറ്റേ BJPക്കാരെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാരത്തെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദുത്വ ശക്തികളെ സംബന്ധിച്ചിടത്തോളം ആ ആശയത്തെയാണ് അവർ പേടിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് പാർലമെൻറ്റിൽ എത്ര അംഗബലം ഉണ്ട് എന്നുള്ളതല്ല, ഈ പ്രസ്ഥാനം ഉയർത്തുന്ന ആശയത്തിൻ്റെ ബലമുണ്ടല്ലോ, അതിനെ എല്ലാ കാലത്തും BJPയും അതുപോലെ തന്നെ സംഘപരിവാര ശക്തികളും ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കും. അതിപ്പോൾ ഒരാളായാലും 2 ആളായാലും ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ പാർലമെൻറ്റിനകത്ത് ഇടതുപക്ഷത്തിന് ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടാവും. തൃശ്ശൂരിൽ നിന്നും ഈ ഹിന്ദുത്വ ശക്തികളെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് സഖാവ് VS സുനിൽകുമാർ ചുണക്കുട്ടനായിട്ട് പാർലമെന്റിൽ ജയിച്ചു വരും. ആ കാര്യത്തിൽ യാതൊരു തർക്കവും. ശ്രീ സുധീഷ്, എത്ര സീറ്റുകൾ മത്സരിക്കുന്നുണ്ട് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ? നിങ്ങളുടെ സാന്നിധ്യം എത്ര മണ്ഡലങ്ങളിൽ ഉണ്ട് ഇന്ത്യയിൽ? മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണല്ലോ. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സുധീഷും അപ്പുറത്ത് നിൽക്കുന്ന നൗഷാദും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. കേരളത്തിൽ മാത്രമാണ് നിങ്ങൾ പരസ്പരം പോരടിക്കുന്നത്. അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ, നമ്മുടെ അതിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭായ് ആയിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ ആര് ജയിച്ചാലും അവസാനം ശ്രീ നൗഷാദിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിക്കായിരിക്കും ഒരുപക്ഷെ പാർലമെൻറ്റിൽ കൈപൊക്കുന്നത്, അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി എന്താണ്? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും അതിന് ശക്തമായിട്ടുള്ള പ്രസക്തിയുണ്ട്, സാന്നിധ്യമുണ്ട്. അത് അവഗണിക്കുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. അവിടെ പോയിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ടാണോ കൈപൊക്കുക ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോൾ കബഡി നിരത്തി നമുക്ക് പറയുവാനായിട്ട് നമുക്ക് കഴിയില്ലല്ലോ. അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി കഴിയുമ്പോഴാണ് നമുക്ക് പറയുവാനായിട്ട് കഴിയുക. ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷങ്ങൾക്കും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ പ്രാദേശിക പാർട്ടികൾക്കും ശക്തമായിട്ടുള്ള സാന്നിധ്യം ഇന്ത്യ രാജ്യത്തുണ്ട്. ഇപ്പോൾ ഒരു 400 സീറ്റിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. BJP 400 സീറ്റും നേടുമെന്ന് അവർ ഇപ്പോൾ രാജ്യത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് 400 പോയിട്ട് ഒരു 150-200 സീറ്റ് പോലും, അതായത് ഭൂരിപക്ഷത്തിനടുത്ത് പോലും സീറ്റുകൾ നേടുന്നതിന് വേണ്ടിയിട്ട് BJP കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യബോധമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തെ വളരെ നന്നായി പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് അറിയാനായിട്ട് കഴിയും. ഇത് വെറുതെ ബഡായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 400 സീറ്റും ഒക്കെ നേടുമെന്ന് ബഡായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രാദേശിക കക്ഷികളും അതുപോലെ തന്നെ ഇടതുപക്ഷവും വളരെ കൃത്യമായിട്ടുള്ള സാന്നിധ്യം. ഇടതുപക്ഷം എത്ര സീറ്റുകളിൽ മത്സരിക്കുന്നു? എത്ര സീറ്റുകളിൽ നിങ്ങൾക്ക് ജയിച്ചു വരാൻ സാധിക്കും? അതാണ് എന്റെ ചോദ്യം. ഇടതുപക്ഷം CPIയും CPM-ഉം ഇപ്പോ പല സ്റ്റേറ്റുകളിലും ഇടതുപക്ഷ പാർട്ടികൾ മറ്റ് പ്രാദേശിക കക്ഷികളുമായിട്ട് സഖ്യം അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്ര സീറ്റ് കൃത്യമായിട്ട് അതിൽ മത്സരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയാനായിട്ട് കഴിയില്ല. ഇപ്പോൾ BJP തന്നെ എത്ര സീറ്റുകളിൽ മത്സരിക്കുന്നു എന്നുള്ളത് പറയാനായിട്ട് കഴിയുമോ? അവരും പല സംസ്ഥാനങ്ങളിലേക്കായിട്ട് സഖ്യങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, സഖ്യ കക്ഷികളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ചിത്രം
വ്യക്തമായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് അവസാനമാണ് നമുക്ക് പറയുവാനായിട്ട് കഴിയുള്ളൂ. തെരഞ്ഞെടുപ്പിന് ഇനി പല ഘട്ടങ്ങളുണ്ടല്ലോ. ആ ഘട്ടങ്ങൾ കഴിയുമ്പോഴാണ് CPI-യും CPM-ഉം എത്ര സീറ്റുകളിൽ മത്സരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് പറയാനായിട്ട് കഴിയുക. എന്തായാലും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള എണ്ണം സീറ്റുകളിൽ CPI-യും CPM-ഉം ഇടതുപക്ഷവും മത്സരിക്കുന്നുണ്ട്. അതിൽ നല്ലവണ്ണം ആ സീറ്റുകളിൽ നിന്നും ജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇതിനകത്ത് CPI-യുടെ പ്രതിനിധി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു 1982-ൽ BJP-ക്ക് 2 സീറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 84-ൽ അദ്ദേഹം പറഞ്ഞത് 84-ൽ 2 സീറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞത്. അന്ന് പാർലമെന്റിനകത്ത് ആദരണീയനായിട്ടുള്ള അടൽജി നടത്തിയുള്ള ഒരു പ്രസ്താവനയുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞു, കൂരിരുൾ നീങ്ങും, സൂര്യനുദിക്കും, സൂര്യനുദിച്ചാൽ താമര വിരിയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. 2-ൽ നിന്ന് 120-ഉം 120-ൽ നിന്ന് 180-ഉം 180-ൽ 283-ഉം 280-ൽ നിന്ന് 303-ഉം നാളെ 400-ലേക്ക് പോകുന്ന പ്രസ്ഥാനത്തിന്റെ പേര് BJP എന്നാ. ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ പറ്റും, നിങ്ങളെപ്പോലെ സംഭൂജരല്ല ഞങ്ങൾ സാർ, സംഭൂജരല്ല. കാരണം ഞങ്ങൾ 84-ൽ 2 CPI-ക്കും CPM-നും ഇടതുപക്ഷത്തിനും അന്ന് പാർലമെന്റിനകത്ത് 42 സീറ്റുണ്ട്. 42 സീറ്റിൽ നിന്ന് സംഭൂജത്തിലെത്തിക്കുന്ന CPI-യുടെ പ്രതിനിധി BJP-യുടെ വളർച്ചയെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കേണ്ട സാഹചര്യമില്ല. പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്ത് BJP-ക്കാർ എന്ന് പറയുന്നത് ബാക്കിയുള്ള ആളുകൾ ആഭ്യന്തര ശത്രുക്കളായിട്ടാണ് കാണുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ആഭ്യന്തര ശത്രുക്കളൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് 2 കൂട്ടരേ ഉള്ളൂ, ഒന്ന് ഇന്നത്തെ BJP-ക്കാരും ഒന്ന് നാളത്തെ BJP-ക്കാരും. ഈ ആഭ്യന്തര ശത്രുക്കളെന്നും വർഗശത്രുക്കളെന്നും പൊതുസമൂഹത്തിനിടയിൽ വർഗീയ വേർതിരിവുണ്ടാക്കിക്കൊണ്ട് എല്ലാ സമയത്തും ജാതി മത ശക്തികളെ ഇവിടെ പ്രീണിപ്പിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേര് ഇടതുപക്ഷം എന്നാ, അത് BJP എന്നല്ല.